പ്രമുഖ അമേരിക്കൻ ഇവാഞ്ചലിസ്റ്റും ഡോക്ടർ ബില്ലി ഗ്രഹാമിൻ്റെ പുത്രനുമായ ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന് മോദി സർക്കാർ ഇന്ത്യയിലേക്കുള്ള വിസ നിഷേധിച്ചു. നവംബർ 30 നാഗാലാൻഡിലെ കൊഹിമയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ നടക്കാനിരുന്ന ഒരു സംയുക്ത റിവൈവൽ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി ക്ഷണിക്കപ്പെട്ടിരുന്ന റവറൻഡ് ഫ്രാങ്ക്ലിൻ ഗ്രഹാം ഇന്ത്യയിലേക്ക് എത്തുന്നത് തടഞ്ഞുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തിന് വിസ നിഷേധിക്കുകയായിരുന്നു. നാഗാലാൻഡ് ജോയിന്റ് ക്രിസ്ത്യൻ ഫോറവും കൊഹിമ ബാപ്റ്റിസ്റ്റ് പാസ്റ്റേഴ്സ് ഫെലോഷിപ്പും സംയുക്തമായാണ് ഈ സമ്മേളനം സംഘടിപ്പിച്ചിരുന്നത്. ഏകദേശം 30,000-ലധികം ആളുകളാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത്. സമരിറ്റൻ ബേഴ്സ് എന്ന തൻ്റെ സംഘടനയിലൂടെ ലോകമെങ്ങും സാമൂഹ്യ സേവനം നടത്തുന്ന ഫ്രാങ്ക്ലിൻ ഗ്രഹാം ഇതിനു മുൻപ് പല തവണ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ വ്യാപകമായ അംഗീകാരമുള്ള ക്രൈസ്തവ നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. എന്തുകൊണ്ടാണ് ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന് വിസ നിഷേധിച്ചത് എന്ന് ഇതുവരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുമില്ല. 90% ക്രൈസ്തവ വിശ്വാസികളുള്ള നാഗാലാൻഡിൽ ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന് വിസ നിഷേധിച്ചത് കടുത്ത പ്രതിഷേധത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. നാഗാലാൻഡ് ജോയിന്റ് ക്രിസ്ത്യൻ ഫോറം, നാഷണൽ പീപ്പിൾസ് പാർട്ടി, ചക്കേസാങ് പബ്ലിക് ഓർഗനൈസേഷൻ, നാഗാലാൻഡ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തുടങ്ങി വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും മതപ്രസ്ഥാനങ്ങളുമെല്ലാം വിസ നിയന്ത്രണങ്ങൾ കാരണം ഗ്രഹാമിന്റെ സന്ദർശനം റദ്ദാക്കിയതിൽ നിരാശ പ്രകടിപ്പിക്കുകയും കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു. കേന്ദ്രത്തിൻ്റെ തീരുമാനത്തിൽ നിരാശയും അസ്വസ്ഥതയും ഉണ്ടെന്ന് നാഗാലാൻഡിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിലൊന്നായ NPP പറഞ്ഞു. പ്രാദേശിക സഭകൾ വിപുലമായ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ ഗ്രഹാമിൻ്റെ സന്ദർശനത്തിനായി കാത്തിരിക്കുകയായിരുന്നുവെന്നും പാർട്ടി പറഞ്ഞു. മാത്രവുമല്ല, ഗ്രഹാമിന് അദ്ദേഹത്തിൻ്റെ പിതാവ് ബില്ലി ഗ്രഹാം തൊട്ടുള്ള കാലം മുതൽ നാഗാലാൻഡിൽ സന്ദർശനം നടത്തുകയും ആ സമൂഹവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നും ആ പാർട്ടി വ്യക്തമാക്കുന്നു. നാഗാലാൻഡിലെ ക്രിസ്തുമതം ഒരു ആചാരപരമായ സ്വത്വമല്ല, മറിച്ച് ഈ സംസ്ഥാനത്തിൻ്റെ ധാർമ്മികവും സാമൂഹികവുമായ നട്ടെല്ലാണെന്നും NPP വാദിക്കുന്നു. വിസ റദ്ദാക്കൽ ക്രിസ്ത്യൻ വികാരങ്ങളെ വ്രണപ്പെടുത്തിയെന്നും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തോടെ കേന്ദ്ര സർക്കാർ എങ്ങനെ പെരുമാറുന്നു എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നതാണ് ഈ നടപടിയെന്നും അവർ വ്യക്തമാക്കുന്നു. വിസ കാര്യങ്ങളിൽ ഇന്ത്യയുടെ പരമാധികാരത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ ആവർത്തിച്ചുള്ള ഇതുപോലുള്ള നിയന്ത്രണങ്ങൾ ജനാധിപത്യ സ്ഥാപനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുവാൻ കാരണമാകുമെന്നും NPP മുന്നറിയിപ്പ് നൽകി. വിസ നിഷേധം നാഗാലാൻഡിലെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ നേരെയുള്ള നേരിട്ടുള്ള അപമാനകരമായ ഒരു പ്രവൃത്തിയാണെന്ന് CPO പ്രസ്താവന ഇറക്കി. മാസങ്ങളായി ഈ സമ്മേളനത്തിനായി തയ്യാറെടുക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ വികാരങ്ങളെ ഈ തീരുമാനം വ്രണപ്പെടുത്തിയെന്ന് CPO നേതാക്കളായ വിസു കെയ്ഹോയും ചെപ്പെറ്റ് ഖോസായും പറഞ്ഞു. ഉണർവിൻ്റെയും ഐക്യത്തിൻ്റെയും വേദിയാകേണ്ടിരുന്ന ഈ സമ്മേളനം അലങ്കോലപ്പെട്ടത് നാഗാലാൻഡിനുള്ള കേന്ദ്രത്തിൻ്റെ ചിറ്റമ്മ നയം മൂലമാണെന്ന് കടുത്ത വാക്കുകൾ ഉപയോഗിച്ചാണ് അവർ പ്രതിഷേധം അറിയിച്ചത്. 1929 സൈമൺ കമ്മീഷനുമായുള്ള നാഗ ക്ലബ് മെമ്മോറാണ്ടം പോലും ഓർമ്മിപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഈ വിസമ്മതം നിലവിലുള്ള വിശ്വാസക്കുറവ് ജനങ്ങളിൽ വർദ്ധിപ്പിക്കുകയും പഴയ മുറിവുകൾ വീണ്ടും തുറക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് വരെ അവർ പറയുന്നു. നാഗാലാൻഡ് അവരുടെ ഭാവി സ്വയം നിർണ്ണയിക്കുവാനുള്ള അവകാശം കേന്ദ്ര ഗവൺമെൻറ് മാനിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തിൻ്റെ വ്യതിരിക്തമായ സ്വത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സുതാര്യതയോടും സംവേദനക്ഷമതയോടും കൂടി പ്രവർത്തിക്കുവാൻ കേന്ദ്രത്തോട് അവർ ആവശ്യപ്പെടുന്നു. നാഗാലാൻഡിലെ കോൺഗ്രസ് NPCC വിസ നിഷേധത്തെ അപലപിക്കുകയും അത് വിവേചനപരവും ക്രിസ്ത്യൻ സമൂഹത്തോടുള്ള അപമാനവുമാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. BJPയും RSSും മതന്യൂനപക്ഷങ്ങളോട് തങ്ങളുടെ അസഹിഷ്ണുത ഈ തീരുമാനത്തിലൂടെയും പ്രതിഫലിപ്പിക്കുന്നുവെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നു. ഭരണസഖ്യത്തിലെ മുഖ്യ പങ്കാളികളായ നാഗാ പീപ്പിൾസ് ഫ്രണ്ട് NPF ഇതുവരെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഈ NPFും ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ അവരുടെ അണികൾക്കിടയിലും വലിയ പ്രതിഷേധമുണ്ട്. ജനങ്ങളുടെ ആശങ്കകൾ സംരക്ഷിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ള നിലയിൽ വ്യാപകമായൊരു പ്രചാരം ഇപ്പോൾ നടക്കുന്നുണ്ട്. നാഗാ പീപ്പിൾസ് ഫ്രണ്ടും BJPയും ചേർന്നുള്ള മുന്നണിയാണ് ഇപ്പോൾ നാഗാലാൻഡിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു പ്രതിപക്ഷമില്ല എന്ന് തന്നെ പറയത്തക്ക നിലയിലുള്ള ഭരണമാണ് അവിടെ നടക്കുന്നത്. എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. ആരാണോ അവരോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് മറ്റെല്ലാ പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ ഇപ്പോഴത്തെ ഈ ഭരണത്തെ തന്നെ
ഇളക്കാൻ സാധ്യതയുള്ള ഒരു വലിയ വിവാദം, വലിയ ഒരു പ്രതിസന്ധിയാണ് ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന് വിസ നിഷേധിച്ചതിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.